പത്തനംതിട്ടയുടെ ഗ്രാമീണ ഭംഗിയിൽ തയ്യാറാക്കിയ സൂപ്പർ ജെമിനി തിയേറ്ററിലേക്ക്. പത്തനംതിട്ട ജില്ലയിൽ പൂർണ്ണമായി ചിത്രീകരിച്ച സിനിമയെന്ന പേരുമായാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. സംവിധായകനും നിർമ്മാതാവും അടക്കം പത്തനംതിട്ടക്കാരുടെ നീണ്ട നിര സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. കുന്നുകളും മലകളും കുട്ടനാടിന്റെ ഗ്രാമീണ ഭംഗിയുമാണ് പത്തനംതിട്ടയുടെ പ്രത്യേകത. സൂപ്പർ ജെമിനിയുടെ ലൊക്കേഷൻ പത്തനംതിട്ടയാക്കാൻ തീരുമാനിച്ചതിന് പിന്നിലും കാരണം ഇതുതന്നെയെന്ന് സംവിധായകൻ അനൂപ് പുരുഷോത്ത്. പത്തനംതിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ നമ്മുടെ കൊടുമണ്ണ് തന്നെ ഒരു ചെറിയൊരു കുട്ടനാട് പോലുള്ള സ്ഥലമാണ്. നമ്മൾ ജനം കാണാൻ ആഗ്രഹിക്കുന്ന വിഷ്വൽ ദൃശ്യഭംഗി അത് പത്തനംതിട്ടയുണ്ട്. പിന്നെ കടലിൻ്റെ ഒരു കുറവ് മാത്രമല്ല ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം പത്തനംതിട്ടയുണ്ട്. നമ്മുടെ സബ്ജക്റ്റ് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ പത്തനംതിട്ട തന്നെയാണ് പൂർണ്ണമായിട്ടും ചിത്രീകരിച്ചത്. സിനിമയുടെ നിർമ്മാതാവ് രാജേഷ് മനാലപ്പുഴയും സംവിധായകൻ അനൂപ് പുരുഷോത്തും പത്തനംതിട്ട സ്വദേശികൾ തന്നെയാണെന്ന മറ്റൊരു പ്രത്യേകത. ലഹരിക്കെതിരായ സന്ദേശം ഉൾക്കൊള്ളിച്ച നറമ്പത്തിച്ചാലിച്ചാണ് ചിത്രത്തിന്റെ കഥ പുരോഗമിക്കുന്നത്. ഇതിപ്പം ഇപ്പം ഈ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്നാണല്ലോ ലഹരി. അതായത് ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സബ്ജക്റ്റ് പറഞ്ഞു പോകുന്നത്. അത് ആ ഗ്രാമത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ജലസ്രോതസ് അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, മാലിന്യം, ഹോസ്പിറ്റൽ പിന്നെ വേസ്റ്റ്, പിന്നെ ഹോട്ടൽ വേസ്റ്റ്, ഇതൊക്കെ വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനൊരു ഗ്രാമം ബുദ്ധിമുട്ടുന്ന സമയത്താണ് ആ ഗ്രാമത്തിൽ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ലോബികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെയാണ് സബ്ജക്റ്റ് കടന്നു പോകുന്നത്. നടി മീനാക്ഷി നായിക കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ സീമാച്ചി നായർ, ജയകൃഷ്ണൻ, കലാഭവൻ നാരായണൻകുട്ടി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ജേതാവായ അനുവിന്റെ രണ്ടാമത്തെ സിനിമയാണ് സൂപ്പർ ജെമിനി. കൈരളി ന്യൂസ്, പത്തനംതിട്ട.